നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമല്ല, 140 കോടി ജനങ്ങളുടെ അഭിമാന പോരാട്ടമാണ് 2026 T20 ലോകകപ്പിന്റെ ഫൈനൽ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയും ന്യൂസിലൻഡും ഏറ്റുമുട്ടുമ്പോൾ ആവേശം ആകാശത്തോളമാണ്. എന്നാൽ ഇപ്പോൾ ഈ ഫൈനൽ ആവേശത്തെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റിയിരിക്കുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വമ്പൻ പ്രഖ്യാപനമാണ്. ലോകം മുഴുവൻ ഞെട്ടിപ്പോയ ആ 100 കോടിയുടെ പാരിതോഷികം. എന്താണിതിനു പിന്നിലെ യാഥാർത്ഥ്യം? അമിത്ഷാ പറഞ്ഞ ആ സീക്രട്ട് എന്താണ്? സൂര്യകുമാറും സഞ്ജുവും ഇതിനോടെങ്ങനെ പ്രതികരിച്ചു? എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നത് വെറുമൊരു കളി മാത്രമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ സിരകളിലോടുന്ന രക്തമാണ്. ഒരു രാജ്യം മുഴുവൻ ഒരൊറ്റ വികാരത്തിലേക്ക് അലിഞ്ഞുചേരുന്ന നിമിഷമാണ് ഇന്ത്യൻ ടീം മൈതാനത്തേക്കിറങ്ങുന്നത്. അവിടെ കളിക്കുന്നത് വെറും 11 പേരല്ല, മറിച്ച് കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനകളാണ്. ഈ ലോകകപ്പിലുടനീളം നാം കണ്ടത് ഇന്ത്യയുടെ അജയ്യമായ കുതിപ്പാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ ആ വീര്യം ഫൈനലിലും തുടരുമെന്ന് ഓരോ ആരാധകനും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഫൈനലിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചില നെഗറ്റീവ് പ്രചരണങ്ങളാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അഹമ്മദാബാദിലെ സ്റ്റേഡിയം ഇന്ത്യയ്ക്ക് അപശകുനമാണെന്നും അവിടെ വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ തോൽക്കുന്നുമെന്നും ചിലർ പരിഹസിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും വിദേശ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളും ഇത് ഏറ്റുപിടിച്ചു. എന്നാൽ ഈ പരിഹാസങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി ശരിക്കും ഒരു സിംഹഗർജനം പോലെയായിരുന്നു. കളിയിൽ ജയവും തോൽവിയും സ്വാഭാവികമാണ്, എന്നാൽ അതിന്റെ പേരിൽ ഒരു സ്റ്റേഡിയത്തെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. രാജ്യത്തെയും കായിക പാരമ്പര്യത്തെയും ആക്ഷേപിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു അത്. ഈ പ്രസംഗത്തിനിടയിലാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ആ 100 കോടിയുടെ പാരിതോഷികം പ്രധാനമന്ത്രി നടത്തിയത്. 2026 T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയാൽ ടീമിന് 100 കോടി രൂപ പാരിതോഷികമായി നൽകും. ഇതൊരു ചെറിയ തുകയല്ല. കളിക്കാർക്ക് പണത്തോടുള്ള ആർത്തിയുണ്ടാക്കാനല്ല അദ്ദേഹം ഇത് പറഞ്ഞത്, മറിച്ച് രാജ്യം മുഴുവൻ അവർക്ക് പിന്നിലുണ്ടെന്ന ആത്മവിശ്വാസം നൽകാനാണ്. സമ്മർദ്ദങ്ങൾക്കടിപ്പെടാതെ കളിയുടെ ഓരോ നിമിഷവും ആസ്വദിച്ചു വേണം മൈതാനത്ത് പോരാടാനെന്ന് അദ്ദേഹം ഇന്ത്യൻ താരങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ 100 കോടി രൂപ 140 കോടി ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് നൽകുന്ന സ്നേഹോപഹാരമായിട്ടാണ് ക്രിക്കറ്റ് ലോകം കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഡ്രസ്സിംഗ് റൂമിലെത്തിയതോടെ അവിടെയുണ്ടായിരുന്ന അന്തരീക്ഷം തന്നെ മാറിമറിഞ്ഞു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്റെ സഹതാരങ്ങളെ മുഴുവൻ വിളിച്ചു ചേർത്ത് നടത്തിയ പ്രസംഗം ഏതൊരു ഇന്ത്യക്കാരനെയും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. രാജ്യത്തിന്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഒരു രാജ്യം മുഴുവൻ നമ്മളെ ഉറ്റുനോക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം 10 മടങ്ങ്